ക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് ഞാനിന്ന് കളിക്കാൻ പോകുന്ന ഫ്രീ ഫയർ ആണ് ഗൈസ്. അപ്പം ഞാൻ കുറേ നാളെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഇച്ചിരി ഇതായിരുന്നു, വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല, അതുകൊണ്ടാണ് ഗൈസ്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പാ 1K അടിക്കാൻ പറ്റും. നിങ്ങളുടെ മാത്രം സപ്പോർട്ട് മതി. നിങ്ങൾക്കറിയാവുന്ന ഫാമിലി ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫ്രീ ഫയർ കളിക്കുന്ന ഫ്രണ്ട്സോ അതിലുണ്ടെങ്കിൽ അവർക്കെല്ലാം ഷെയർ ചെയ്യണം. നമുക്ക് വലിയൊരു സപ്പോർട്ടാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഡെയിലിയൊക്കെ വീഡിയോ ഇടാൻ നോക്കും. അപ്പോൾ നമുക്ക് ആദ്യമേ ഒരു BR കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് എന്ന് പറഞ്ഞാൽ സീസൺ 1 ഞാൻ ഇതുവരെ ഹീറോയ്ക്ക് അടിക്കണം. എനിക്ക് ഹീറോയ്ക്ക് അടിച്ചില്ല, എനിക്ക് അടിക്കണമെന്നുണ്ട്. ഞാനിപ്പം പ്ലാറ്റിനം 4 ആയിട്ടുണ്ട്. ഡയമണ്ട് ആവാൻ ശകലവും കൂടെ ഇത് മതി. അപ്പം നമുക്ക് നോക്കാം. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം നിങ്ങളോട് ഞാൻ എല്ലാം ചെയ്യുന്നത്, നിങ്ങളോട് കളിക്കുന്നതെല്ലാം നോക്കാം. പിന്നെ ഗൈസ്, നമ്മുടെ ഒരു സബ്സ്ക്രൈബറുമായിട്ട് ഞാനൊരു 1v1 കളിച്ചേ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് അറിയാവുന്നൊരു സബ്സ്ക്രൈബറാണ്. വലിയതായിട്ട് അറിഞ്ഞൂടാ, ചെറുതായിട്ടൊക്കെ അറിയാം. അവൻ്റെ കൂടെ വലിയ കാര്യത്തിൽ 1v1 കളിച്ചേ. ഹെഡ് ഷോട്ട് ഉള്ളിയേ. ആദ്യം 2 മുട്ട ഞാൻ പോട്ടെ, എനിക്ക് 2, അവനെ 7 എങ്ങോണ്ടോ. ഞാൻ വെറുതെ അവന്മാരോട് എന്നാ പറ്റിയെന്ന് അറിഞ്ഞൂടെ, ഫുള്ള് കളിയും തോറ്റ് പൊട്ടി പോവുക. എന്നാന്നൊന്നും എനിക്കറിഞ്ഞൂണ്ട്. ഭയങ്കര ഇതാന്നേ. ഹെഡ് ഷോട്ട് പോയിട്ട് ഒരു മാങ്ങയുടെ തൊലി പോലും കയറുന്നില്ല. ഞാൻ നേരത്തെ നമ്മുടെ സ്ക്രീനിനൊരു നല്ല ഇത് വേണമല്ലോ, നല്ല നിങ്ങളൊക്കെ ചിലപ്പോൾ പൗഡർ ഇട്ടിട്ടൊക്കെ ആയിരിക്കും കളിക്കുന്നത്. ചിലവരുണ്ട് ഒരു കയ്യിലെങ്ങാണ്ടോ എന്തോ ഗ്ലൗസ് പോലെ ധരിച്ചിട്ട്. അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതിപ്പോൾ കാണുന്നുമില്ല. അതുണ്ടെങ്കിൽ നോക്കായിരുന്നു, അടിക്കാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ, നോക്കായിരുന്നു. പക്ഷെ അതിപ്പോൾ എവിടെ പോയെന്ന് അറിഞ്ഞൂടാ. വീട്ടുകാർ തൂത്ത് വാരിക്കൊണ്ട് പോയെന്നാണ് തോന്നുന്നത്. ഞാൻ വല്ലപ്പോഴും കാണുന്നുണ്ട്, താഴെ കിടക്കുന്നതും എല്ലാം കാണുന്നുണ്ട്. MP40 കിട്ടിയേ. എനിക്ക് എന്നാന്ന് പറഞ്ഞോളൂ, CS ആണുണ്ടല്ലോ. ഞാൻ ഹീറോയ്ക്ക് എലൈറ്റ് ഹീറോ അടിക്കാൻ വേണ്ടി നിൽക്കുക. ഇപ്പം എനിക്ക് 23 സ്റ്റാർ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം വല്ല കില്ല് കിട്ടുവാണ്. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരെയും കാണുന്നില്ല. ആരുമില്ലടാ. പക്ഷേ നമുക്ക് ഇറങ്ങിയിട്ട് വല്ല വീട്ടിൻ്റെ അടുത്ത് പോയി ലൂട്ടൊക്കെ പറക്കാം. ഒരു ഇതുമില്ല, സുഖമൊന്നുമില്ല, നല്ല എൻ്റർടൈമിംഗ് ഒന്നുമില്ല. സ്റ്റക്കുണ്ട് അത്യാവശ്യം നല്ല സ്റ്റക്കുണ്ട്. ചിലപ്പോൾ എവിടെ നിന്നൊക്കെയാണോ അടി വരുന്നതെന്ന് പറയാനും പറ്റൂല. പക്ഷെ അതൊരു തല കാണിക്കടാ പ്ലീസ്, തല കാണിക്കേ. എന്തി പോയോ? വാ. അവൻ പോയി. വാ, നമുക്ക് അവൻ്റെ പിന്നാലെ പോകും. അതെ അതിൻ്റെ മണ്ടയിലുണ്ട്. അയ്യോ, അവനെ കാണുന്നില്ല, അവൻ മുങ്ങി.
അവൻ എന്ത് ചെയ്യടാ? അയ്യോ, പതിയൊക്കെ കയറി വാടേ. ഗായ്സ്, എന്തൊരു കഷ്ടം. അവൻ എംടനും കൊണ്ട് കുത്തി അങ്ങ് പിടിച്ചിട്ടുണ്ട്. ദൈവമേ, മൈനസ് അടിക്കല്ലേ. സഞ്ച് മൈനസ്. ഇതാണ് ഗൈസ്, BR സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫുള്ള് മൂഞ്ചിപ്പോലെ. ക്ലൈം എന്ത്? ഓക്കെ. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്നാലും പ്രത്യേകിച്ചുണ്ട്. അതന്നെ നമുക്കെന്നാലും ഒരു BR സ്റ്റാർട്ട് ചെയ്യണോ, ഹീറോയ്ക്ക് സ്റ്റാർട്ട് ചെയ്യണോ? CS സ്റ്റാർട്ട് ചെയ്യാം. ഹീറോയ്ക്കും പോട്ടെ CS. എല്ലാവരും വിളിക്കാം, ആരും ഇല്ല. എല്ലാവരും വരുവാണെങ്കിൽ. അതെ, ഒരുത്തൻ വന്ന്. സെറ്റ്. ഒരുത്തനും കൂടെ വാ. മലയാളിയാണോ ബംഗാളിയാണോ ഹിന്ദിക്കാരനാണോ എന്നൊന്നും അറിഞ്ഞൂടാ. എല്ലാവരും മാസ്റ്ററൊക്കെ അടിച്ചിരിക്കുക. എന്തോ ചെയ്യാൻ, എല്ലാവരും പ്രോ പ്ലെയർ അല്ലേ. ഇവൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യണോ അല്ലെങ്കിൽ പോണോ? സ്റ്റാർട്ട് ചെയ്തേക്കാം. CS സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് CS എങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കാം. അതും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഫ്രീ ഫയർ കളിക്കാനുള്ള യോഗ്യത ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ. നമ്മൾ വീഡിയോ എടുക്കാൻ നേരത്ത് തന്നെ ഇപ്പം ഭയങ്കര സ്റ്റക്കൊക്കെ വരും, അല്ലെങ്കിൽ ഞാൻ നല്ലപോലെ കളിക്കുകയൊക്കെ ചെയ്യും. എനിക്കാണെങ്കിൽ ലൈവൊക്കെ ഇടണമെന്നുണ്ട്, പക്ഷേ പറ്റൂല, അത് വേറെ കാര്യം. അതിനുള്ള സമയമൊന്നും നമുക്കില്ല. ഒരുത്തൻ ദൈവം, ആരെങ്കിലും ഒന്ന് വന്ന് പൊക്കട. ഇവിടെ ആൾക്കാരുണ്ടാ? അടി. അയ്യോ, അവനും ചത്ത്. എന്താടേ ഇതൊക്കെ? ഇപ്പം നമ്മളും ചത്ത്. ഇനി ഒരുത്തൻ മാത്രമേ ഉള്ളൂ. 1v3 ആണ്. 1v3 ഇവനെ എടുക്കുവാണുണ്ടല്ലോ, ഉറപ്പാണ് ഞാൻ ഇവന് ഡയമണ്ട് അല്ല, ഇവനൊരു നിക്കർ തന്നെ വാങ്ങിച്ചു കൊടുക്കും. അവൻ എടുത്തില്ല, പോട്ടെ. ഉണ്ടോ പുഷ്പ? എന്ത് ചെയ്യുക? പുഷ്പല്ലേ? എവിടെ നിന്നൊക്കെ അടി വരുന്നതെന്ന് പോലും മനസ്സിലായി. പിന്നെ നിങ്ങൾക്ക് വൺ ടാപ്പ് പോട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വൺ ടാപ്പ് അടിക്കാനൊക്കെ അറിയാമായിരിക്കും. നിങ്ങളൊക്കെ വലിയ പ്രോ പ്ലെയേഴ്സ് ആണെന്ന് എനിക്കറിയാം. ഞാൻ മാത്രമാണ് ന്യൂബെന്നും എനിക്കറിയാം. പിന്നെ നിങ്ങൾ വൺ ടാപ്പ് അടിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പഠിപ്പിച്ചതാ ഗൈസ്, എനിക്ക് പഠിക്കണം. ഈ അടുത്ത കാലത്തുണ്ടല്ലോ, എൻ്റെ ഫ്രണ്ടുമായിട്ട് ഞാൻ 1v1 കളിച്ചായിരുന്നേ. അവൻ മുട്ടയെ തോറ്റു, പക്ഷെ അവൻ ന്യൂബാ. അല്ലെങ്കിലും എനിക്ക് ന്യൂബന്മാരുടെ ജയിക്കാൻ പറ്റത്തുള്ളൂ. ഫുൾ എനിമീസ് ആണോ? അതാ ഒരു വൈബ്രേഷൻ. എൻ്റെ പൊന്നെ, എല്ലാ എണ്ണം മരിച്ചിട്ടുണ്ട്. ഓക്കെ വാ. ഞാൻ ചത്ത്. എടാ ആരെങ്കിലും വാടേ. അവന്മാരെല്ലാം അങ്ങ് ദൂരെ. അവന്മാരവിടെ എന്നാ നിൽക്കും. അവൻ അവിടെ ഇരുന്ന് അണ്ടേ ഇരിക്കുന്നത്. ഒന്ന് വന്ന് പൊക്കടേ, കഷ്ടമുണ്ടടേ. എടാ ഒന്ന് വന്ന് പൊക്കടാ വന്ന്. ഇവനെ അടി. ചത്ത്. എന്തൊരു കഷ്ടം നോക്കിക്കേ. മര്യാദയ്ക്ക് അടിക്കാനും പറ്റുന്നില്ല, കളിക്കാനും പറ്റത്തില്ല. എന്തൊരു വിധിയാ നിൻ്റെ. ഈ പെണ്ണുമ്പോൾ എന്നെ കാണിക്കുമോ? കൊള്ളാലോ പെണ്ണുമ്പോൾ സീൻ.
പെങ്കൊച്ചൊരു കില്ലൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഹെഡ് ഷോട്ട് UMP കൊണ്ട്. കില്ലാടി പ്രോമാക്സ് അവള്. സൂക്ഷിച്ചൊക്കെ കളിച്ചോ, അല്ലെങ്കിൽ ചാവല്ലേ. ജസ്റ്റ് മിസ്. ഇപ്പം വടിയാവണ്ടേ. ഗൈസ് കളി ജയിച്ച് 1-1 ഗൈസ്. അപ്പുറത്തെ ടീമിന് 1, നമുക്കും 1. ഇപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് ശരിയായത്. നേരെ ഒന്നും ഇതായത് എന്തോ ഇത് വായിലും വരുന്നില്ല. UMP എടുക്കണോ മാഗ് എടുക്കണോ? UMP എടുക്കാം. UMP എടുക്കും. ഒരു ഗ്ലൂ വാള് പിന്നെ എന്തൊക്കെയോ ആയി. 2 UMP. ഒരു UMP കിട്ടി. ഒരു സ്നൈപ്പർ എടുത്തിട്ടുണ്ട് ഞാൻ. സ്നൈപ്പർ എടുത്ത് ഓക്കെ സെറ്റ്. എൻ്റെ കയ്യിലൊരു UMP ഉണ്ട്. ഒരു സ്നൈപ്പർ ഗണ്ണും ഉണ്ട്. AWനൊക്കെ പോലെ തന്നെ വേറൊരു ഗണ്ണ്. UMP കിട്ടി. എൻ്റെ കളി നിങ്ങൾ കണ്ടോ? ചിലപ്പോഴൊക്കെ ഞാൻ വലിയ പ്രോ പ്ലെയറാണ്. കളിക്കാനൊക്കെ ഇച്ചിരി സീനാണ്. ചിലപ്പോഴൊക്കെ അതും ഇല്ല. ഇവിടെ ആരും ഉണ്ടല്ലോ. ഡേ ഒരുത്തൻ നോക്കെ സന്തോഷമായി. അതാരാ ഇപ്പൊ പോയേ? നോക്കി കാത്ത് അതാരും ഓടിപ്പോയ പോലെ. ചമ്മി ചത്ത്. ഞാൻ നല്ല ഡാം കൊടുത്തിട്ടുണ്ട്. അവൻ്റെ മാഗായിരുന്നു. അവൻ ചുമ്മാ അല്ല, മാഗ് കൊണ്ട് നല്ല കുത്തിപ്പിടി അങ്ങ് തന്നു. നമ്മുടെ ടീമിൽ 2 പേരും അപ്പുറത്തെ ടീമിൽ ഒരുത്തനും കൂടെ ഉള്ളൂ. ഒരുത്തനേ ഉള്ളൂ. ഭാഗ്യം. ഇവന് ഭയങ്കര സിമ്പിൾ ഈ കളി എടുക്കാൻ. ഇവന്മാർ ചാവുകയാണ്. ഇവന്മാർ പൊട്ട രൂപന്മാരാ. മറ്റവൻ ചത്ത്. നല്ല ഡാം ഉണ്ടായിരുന്നു. 20 കൊടുത്തപ്പോഴേ അവൻ നോക്കായി. ഭാഗ്യം. 2-1. എനിക്ക് ഇന്ന് പറ്റുവാണെങ്കിൽ എനിക്ക് ഇന്ന് തന്നെ എലൈറ്റ് ഹീറോ അടിക്കണം, അല്ലെങ്കിൽ ഒരു സമാധാനമില്ല. നിങ്ങളൊക്കെ ഇപ്പം എലൈറ്റ് ഹീറോ അടിച്ച് മാസ്റ്റർ അടിച്ച് കാണുമല്ലേ? ഞാൻ മാത്രം ഇങ്ങനെ ലൈറ്റ് ഹീറോ അടിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കാണെങ്കിൽ BR എനിക്കൊന്ന് ഹീറോയ്ക്ക് അടിക്കണം. അതുകൊണ്ട് ഞാൻ BR കളിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓരോ ദിവസം സീസണും വന്ന് മാങ്ങാത്തൊലിയും വന്ന് ചപ്പത്ത് ഇവിടുന്നാടാടി. അവിടെ എവിടെ നിന്നൊക്കെയാണോ അടി? അവൻ്റെ കയ്യിൽ AW ആയിരിക്കേ, അതുകൊണ്ടായിരിക്കേ. മറ്റേ ഒരുത്തൻ ചത്തിട്ടുണ്ട്. ദൈവമേ, എല്ലാവരും ചാറായി. അവനും കൂടെ ചത്ത ഞാൻ ഒറ്റയ്ക്ക് കളിക്കേണ്ടി വരും. ഓക്കെ ബാബാ, അവനെ പോയി സപ്പോർട്ട് ചെയ്യാം. അവനെ ഇതാക്കാം. എന്തോന്നാ എന്ത് ഓടിപ്പോയി മാഗ. എനിക്ക് അപ്പഴേ അറിയായിരുന്നു. വെറുതെ ഞാൻ അടിച്ചു കഴിഞ്ഞു. എന്ത് പൊട്ടത്തരമൊക്കെയാണോ കാണിക്കുന്നത്? എൻ്റെ പൊന്നളിയ സിമ്പിൾ കളിയാണേ. അളിയനത് എടുക്കാൻ പറ്റും, ഞാൻ പറയുന്നു. എൻ്റെ പൊന്നളിയ ചാവലടാ. കളി തോറ്റ് ഞാൻ ചത്തുപോടാ. കളി തോറ്റ് ഞാൻ ചത്തുപോയി. ഓക്കെ സെറ്റ്. നീ കില്ലാടി. നമ്മൾ 3-1 ഗൈസ്. അപ്പം നമുക്ക് ഒറ്റ കളിയും കൂടെ മതി കളി ജയിക്കാൻ.
അപ്പോൾ ബാ നമുക്ക് ഇച്ചിരി പ്രോ പ്ലെയർ ആണെന്ന് എല്ലാവരും കാണിക്കാം. ബാ ബാ ബാ. ടുടുടുടു ടുടുടു ടുടുടുടു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനിങ്ങനെ ആലോചിക്കുക, ഫ്രീ ഫയർ ഒക്കെ നിർത്തിയാലോ എന്ന് ആലോചിക്കുക. പക്ഷെ നിർത്താൻ പറ്റൂല, അതാണ് വേറെ സീൻ. നമ്മളിപ്പോൾ ഒരേ ഗെയിമിങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന ഒരു മടുപ്പൊക്കെ വരും. ഞാനിപ്പോൾ ഇത് കളിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. 3 വർഷമായിട്ടുള്ളൂ. എന്നാലും എനിക്കൊരു മടുപ്പ്. ഒരുത്തൻ അടിച്ചത്. പ്രോ പ്ലെയർ. എന്തിയേ 2 പേരും കൂടെ ഉണ്ടല്ലോ. പെരപ്പുറത്ത പെരപ്പുറത്തിരുന്ന് തുണി വിരിക്കുമെന്ന് തോന്നുന്നു. കില്ലും ഉമ്മ കൊണ്ടുവന്നതാണ്. അത്ര ഡാം കൊടുത്തിട്ട് അവൻ പടവായില്ലേ. അവൻ പെരപ്പുറത്താന്ന് കഴിച്ചാൽ ഏറ്റവും മണ്ടയില്ല. ചുമ്മ അടി. ഓക്കെ, കളി ജയിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ എലൈറ്റ് ഹീറോ അടിക്കാൻ ഒറ്റ സ്റ്റാറും കൂടെ മതി ഗൈസ്. ഒറ്റ സ്റ്റാർ മതി എനിക്ക് എലൈറ്റ് ഹീറോ അടിക്കാൻ. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. കമൺ നമുക്ക് പെട്ടെന്നല്ല സെറ്റ് ആവണം. എനിക്ക് ആരെങ്കിലും വിളിക്കട്ടെ. ആരെങ്കിലും വരുമോ? സാരമില്ലാത്ത സീൻ കണ്ടു. അതെ, ഒരുത്തം വന്ന്. താങ്ക് യു. ഇനി ആരെങ്കിലും വരുമോ? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അയ്യോ, അവനും പോയി. നിൻ്റെ ഓണർ സ്കോർ കുറവാടാ. ഗൈസ് നമുക്ക് രണ്ടുപേർക്കും കളിക്കാൻ പോകും. പിന്നെ ഗൈസ് എനിക്ക് കുറേ പേര് റിക്വസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണോ എന്ന് പോലും. കുറേ പേര് എനിക്ക് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ തന്നെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫ്രീ ഫയർ നെയിം ഒന്ന് താഴെ ഇട്ടാൽ മതി. ഞാൻ കയറി ഇതാക്കുന്നതായിരിക്കും, ഫ്രണ്ട് ആക്കുന്നതായിരിക്കും. ഞാൻ അപ്സെറ്റ് നിൽക്കും. അപ്പോൾ കുറേ പേരൊക്കെ ഉണ്ട്. ചിലവർ ബംഗാളി ആയിരിക്കും, ചിലവർ മലയാളി ആയിരിക്കും. പറയാൻ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ചിലവരുണ്ടല്ലോ ഇറിറ്റേറ്റ് ചെയ്യും. ഞാൻ മലയാളീസ് അല്ല, ബംഗാളിമാരില്ലേ, ഒറ്റ കളി തോറ്റേനൊക്കെ തെറിയൊക്കെ വിളിക്കും. ഞാൻ എന്തൊക്കെയൊക്കെയോ വിളിക്കും ഹിന്ദിയിലൊക്കെ. നമുക്കൊന്നും മനസ്സിലാവത്തില്ല, അത് വേറെ കാര്യം. ചിലതൊക്കെ നമുക്ക് മനസ്സിലാവും, ചിലതൊക്കെ മനസ്സിലാവും. ഇത് എന്തിയാ? അതെ സ്റ്റക്ക്. ഒരുത്തനും കൂടെ ഉണ്ടല്ലോ. ഓക്കെ, സെറ്റ്. ഇല്ലാടി പ്രോ പ്ലെയർ. ഞാൻ ഫ്രീ ഫയറിൽ മുഫാസ എന്ന് പറയുന്ന ആദ്യം പേരിട്ട ഞാനാണെന്ന് തോന്നുന്നത്. വേറെ ആരും ഞാൻ മുഫാസ എന്ന് പേരുള്ളത് കണ്ടിട്ടേ ഇല്ല. ഞാൻ എങ്ങനെ എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പേരെങ്ങനെ ഇട്ടേന്നല്ലേ. ഞാനിങ്ങനെ പേര് മാറ്റാൻ എൻ്റെ വീട്ടിലെ സോഫയിലും എൻ്റെ തൊട്ട് മുമ്പ് ടി വി ആയിരുന്നു. എൻ്റെ ചേച്ചി ഇരുന്ന് ടി വി മറ്റേ ലയൺ കിങ് കണ്ടോണ്ടിരിക്കുമായിരുന്നു, 2 or 3 എങ്ങാണ്ടോ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിരിക്കും എന്നാ പേരിടണം. അപ്പം ടി വി മുഫാസ എന്ന് പറയുന്നത് കേട്ടു. അപ്പം ഞാൻ ആലോചിച്ച് മുഫാസ എന്ന് ഇട്ട് എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പം ഞാൻ മുഫാസ എന്ന് ഇട്ടു. ഞാൻ ഇപ്പോൾ എന്തൊക്കെയോ ചെയ്ത് മുഫാസ എന്നൊക്കെ കിട്ടി. പിന്നെ സീനായിരുന്നേ. അയ്യോ, തന്നെയാടാ. അയ്യോ, എന്നെ അടിച്ച്. അവിടെ നിന്നാണ്ട് ഒരു നല്ല അടി എനിക്ക് തന്നിട്ടുണ്ട്. അവിടെ അങ്ങോട്ടൊന്നും കയറി ചെല്ലലടാ പൊന്നളിയാ, നീ ചത്തിൻ്റെ പണ്ടാരം അടക്കും. ഒന്നെന്നെ പൊക്കടാ പ്ലീസറാ. പൊക്ക് വന്നു, അത്രേ ഉള്ളൂ. അമ്മമാരെല്ലാം പോയി പൊക്കണമെന്നുണ്ട്, പക്ഷെ പൊക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല.
അവിടെ ഒറ്റയ്ക്ക് പോയി ചാവല്ലേ എൻ്റെ പൊന്നളിയ, എനിക്ക് മേല. എൻ്റെ ഇടയ്ക്ക് സൈസൊക്കെ ഭയങ്കര സ്റ്റക്ക്. എന്ത് കേസ് ഇങ്ങനെ സ്റ്റക്കൊക്കെ വരുന്നത്? എനിക്കാണെങ്കിൽ അടിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ആ കളി ജയിച്ചിട്ടുണ്ട്. ഈ സ്റ്റക്ക് മാറാൻ എന്തെങ്കിലും വരിയുണ്ടോ? എന്തൊരു സ്റ്റക്കാണെന്നറിയാമോ? മര്യാദക്കൊന്നും കളിക്കാൻ പോലും പറ്റുന്നില്ല. പുറം വേദന എടുക്കുന്നത്. കിടന്ന് കളിച്ചാലോ ശകലം നേരം. ഞാനിപ്പം വീട്ടിലെ ബെഡിലാണ് ഇപ്പം ഇരിക്കുന്നത്. ബെഡിൽ ഇരുന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കാനകത്ത് തന്നെ ചില ആൾക്കാരില്ലേ, ആൾക്കാരെന്ന് പറഞ്ഞാൽ വീട്ടിലെ മിക്സിയുടെ സൗണ്ട്, പിന്നെ ബാക്കിയുള്ള സാമാനത്തിൻ്റെ ഒക്കെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. ഓടിക്കോ. എടാ അടിക്കടാ, എടാ ഒന്ന് പൊക്കടാ. മൈ ബെസ്റ്റ് ഫ്രണ്ടേ, നിന്നെ വന്ന് പോക്കടേ. അടിച്ചിട്ടേ, പക്ഷെ ഞാനല്ലെന്നേ ഉള്ളൂ. എനിക്ക് എത്ര കില്ലുണ്ട്? 3 കില്ല് മതി, ഇത് മതി. ഈ കളിയും കൂടെ ജയിച്ചാൽ എൻ്റെ പൊന്നളി ഞാൻ എലൈറ്റ് ഹീറോ അടിക്കും. ഞാൻ ആദ്യമായിട്ട് മാസ്റ്റർ അടിച്ചിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ട് ഹീറോ അടിച്ചിട്ടുള്ള ഏത് അക്കൗണ്ടിലാന്ന് പറഞ്ഞാൽ, അന്നൊന്നും എനിക്ക് ഈ അക്കൗണ്ടില്ലായിരുന്നു. അന്നൊക്കെ ഞാൻ ന്യൂബ് അക്കൗണ്ടിലായിരുന്നു. അന്ന് ഞാൻ എൻ്റെ കസിനുമായിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവൻ എൻ്റെ കൂടെ കളിച്ച് അവൻ ഭയങ്കര പ്രോ പ്ലെയറാണ്. അപ്പം അവൻ്റെ കൂടെ കളിച്ചിങ്ങനെ എൻ്റെ ഇത് കൂടുന്നുണ്ട്. അന്നൊന്നും എനിക്ക് നല്ലതായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഹീറോയ്ക്ക് അടിച്ചത് തന്നെ. മാസ്റ്റർ പിന്നെ ഞാൻ അടിച്ചത് ഞാൻ സ്വന്തമായിട്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ സ്കൂൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ചത്തോ? ബെസ്റ്റ് ഫ്രണ്ടേ ഇതാരാ? കളി തോറ്റോന്ന് ചെറിയൊരു സംശയമുണ്ട്. കുഴപ്പമില്ല, നമ്മുടെ പിള്ളേരെടുത്തോളൂ. ഒക്കെ ഒരുത്തനും കൂടെ ഉള്ളു. അവിടെ സിമ്പിൾ കളിയാണ്. അവനും കൂടെ അടിച്ചിട്ടെന്ന് ജയിച്ച്. ഒക്കെ എത്ര ഉള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ എലൈറ്റ് ഹീറോ അടിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ എലൈറ്റ് ഹീറോ അടിച്ചിരിക്കുന്നു. സന്തോഷമായി ഗൈസ്. സെറ്റ്. എലൈറ്റ് ഹീറോ മാസ്റ്റർ അടിക്കാൻ പറ്റുവാണ് അത് നല്ലത്. ഇനി CS മാറ്റി വെച്ചിട്ട് BR കുറച്ച് നേരം കളിക്കണം. എന്നാലേ എനിക്ക് BR ഒന്ന് സെറ്റാകാൻ പറ്റത്തുള്ളൂ. BR ഞാൻ ഇതുവരെ ആയിട്ട് എലൈറ്റ് ഹീറോ ഒന്നും അടിച്ചിട്ടില്ല. നല്ലത്. ഓക്കെ, ജസ്റ്റ് എനിക്കൊരു സംഭവമുണ്ട്. നമ്മുടെ ഇതില്ലേ, എന്ത് വരുന്നത്, നമ്മുടെ ഈ നമ്മുടെ ഫയർ ബട്ടൺ വലുതാക്കുന്നതും ചെറുതാക്കുന്നതും ഒക്കെ ഇല്ലേ, ഇതിനകത്തുണ്ടല്ലോ മറ്റേ നമ്മുടെ ഇതില്ലേ ഒരു സംഭവം. ഇതാണ് ഞാൻ കളിക്കുന്നത്. ഇതിട്ടാണ് ഞാനിപ്പോൾ കളിക്കുന്നത്. പക്ഷേ ഇല്ലേ, ഇതിനകത്തൊരു സംഭവം ഇല്ല. അത് എന്ത് ചെയ്യുമെന്ന് എനിക്കറിഞ്ഞൂടാ. അത് ഇനി കാണാതായിപ്പോയി, കാണാമെന്നില്ല. അതെവിടെ വെച്ചേക്കുന്നതെന്ന് പോലും കാണുന്നില്ല. കണ്ടോണേ, മറ്റേ നമ്മുടെ ഇതില്ലേ, ഇത് വരുന്നു എന്തോ ഇല്ലെന്നോ, എന്തോ സാമാനം. അതെ, ഇത് നമ്മുടെ നീ ഇപ്പം കാണുന്നുണ്ടോ നിങ്ങൾ? ഞാൻ സൈസാക്കുന്നത്, മറ്റേ ബിഗ് സൈസാക്കുന്ന ഈ ഗണ്ണ്, മറ്റേ ഡബിൾ വെക്ടർ ഇല്ലേ, അതിങ്ങനെ ഡബിൾ ആക്കുന്ന സംഭവം ഇല്ലേ, ഒരു ബട്ടൺ. ആ ബട്ടൺ ഇല്ലേ എൻ്റെ ഇതിനകത്ത് കാണുന്നില്ല. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലായിരിക്കും ഇതിനകത്ത് ആ സാമാനം കാണുന്നില്ല. എന്ത് ചെയ്യുന്ന പോലും എനിക്കറിഞ്ഞൂടാ. ഞാൻ കുറേ നോക്കി. ഞങ്ങളുടെ OB48 അപ്ഡേറ്റിന് എങ്ങാണ്ട് മാറിപ്പോയതാ. എനിക്കാണ് ഇതിട്ടേ കളിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ഒന്നും എനിക്ക് കറക്റ്റായിട്ട് ഇതും വരുത്തില്ല.
ഇതിട്ട് കളിക്കുവാണെങ്കിൽ ഞാനില്ലേ ഇത് ഭയങ്കര ഇതായിരിക്കും, ഭയങ്കര പാടാണ് എനിക്ക്. അപ്പോൾ ഇതിട്ട് കളിക്കാനും എനിക്ക് പറ്റത്തില്ല. പക്ഷേ ഈ സാധനം ഇല്ലേ, ഈ സാധനം ഇതെൻ്റെ ഇതിനകത്തും ഇല്ല. അതെന്തിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾക്കറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. കാണുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇവിടെ ഒന്നും അത് സാമാനം കാണുന്നില്ല. എല്ലാം ഉണ്ട്, ബാക്കി എല്ലാം ഉണ്ട്. പക്ഷേ ഈ സാമാനം മാത്രം കാണുന്നില്ല. അതെന്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ കണ്ടു ഗൈസ്. പിന്നെ ഗൈസ് ചിലവർക്കറിയായിരിക്കും, ചിലവർക്ക് അറിഞ്ഞുകൂടായിരിക്കും. ഇനി നമ്മുടെ ലോൺ വുൾഫിലും ഇതുപോലത്തെ ഹീറോയ്ക്ക് മാസ്റ്റർ അങ്ങനെയൊക്കെ കാണുന്നതായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഇപ്പം കാണുമെന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇതാരുടെ വില്ലൻ? മാസ്റ്റർ പ്ലെയറാണ്. അപ്പോൾ ഗൈസ് ഞാൻ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ കളിക്കുന്നേ പോട്ടെ ഗൈസ്. നിങ്ങൾ എന്ത് വരുന്നു മറന്നും പോയി. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കനും ഡിങ് ചെയ്യണം. അതാണ് ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതമല്ല. അപ്പം എല്ലാവർക്കും ടാറ്റ.